പ്രകോപന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി. ധീരജിനെ കുത്തിയ കത്തി കൈവശമുള്ളവർ ഓർക്കുക. പുഷ്പചക്രം സംസ്കരിച്ച പദമാണ്, റീത്താണ് യഥാർത്ഥ വാക്ക്. ഞങ്ങളുടെ ആത്മസംയമനം ഞങ്ങളുടെ ദൗർബല്യമല്ല. ധീരജിനെ കുത്തിയ കത്തിയുമായി വരുന്നവർക്ക് പുഷ്പചക്രം ഒരുക്കി വെക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് ഈ അഡ്വക്കേറ്റ് എന്താണ് സരിൻ ശശി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കുന്നത്? വിജയകുമാരി, മലപ്പട്ടം സംഘർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ള പ്രകോപന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഉണ്ടാവുകയാണ്. ഇന്നലെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രക്കിടെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴക്കിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്നായിരുന്നു ആ പ്രകോപന മുദ്രാവാക്യം. അതിനെതിരെ വ്യാപക പ്രതിഷേധം CPM ഉയർത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന മലപ്പട്ടത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗത്തിനിടെ ഇതിനെതിരെ ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പ്രതികരിച്ചിരുന്നു. ധീരജിനെ കുത്തിയ കത്തിയുമായി വരുന്നവർക്ക് പുഷ്പചക്രം ഒരുക്കി വെക്കും എന്നായിരുന്നു KK രാഗേഷിന്റെ പ്രതികരണം. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഒരു പ്രകോപന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ധീരജിനെ കുത്തിയ കത്തി കൈവശമുള്ളവർ ഓർക്കുക. പുഷ്പചക്രം സംസ്കരിച്ച പദമാണ്, റീത്താണ് യഥാർത്ഥ വാക്ക്. ഞങ്ങളുടെ ആത്മസമ്മേളനം ഞങ്ങളുടെ ദൗർബല്യമല്ലെന്നും സരിൻ ശശി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് തുടർച്ചയായിട്ടുള്ള പ്രകോപനം ഇരുവിഭാഗങ്ങളിൽ നിന്നും ഈ മലപ്പട്ടം സംഘർഷത്തിന് ശേഷം അതിന് പിന്നാലെ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തുടർ സംഘർഷങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ കർശന ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ നിരീക്ഷണവും സുരക്ഷാ നടപടികൾ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.